Assalamualaikum. Bismillahirrahmanirrahim. Surah Sajda, ayah number 9 ആണ്. ayah number 7-ലും 8-ലും ഒക്കെ പഠിച്ചു പറഞ്ഞത് എങ്ങനെയാണ് അള്ളാഹ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത്, എന്തിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. ഒരു ഡർട്ടി സെമൻ, ലോലി ഹ്യൂമിലിയേറ്റഡ് ലിക്വിഡ് എന്നാണ്. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നൊക്കെ പഠിച്ചും ചോദിക്കുന്നുണ്ട്. ആൻഡ് ദെൻ അള്ളാഹ് സേസ് ഇൻ ayah number 9 സുമ്മ സവ്വാഹു, ആൻഡ് ദെൻ ഫ്രം ദിസ് ലോലി ലിക്വിഡ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നിന്നെ ഫാഷൻ ചെയ്തു, അല്ലെങ്കിൽ നിന്നെ ഷേപ്പ് ചെയ്തു. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് കൈയും കാല് മൂക്ക് കണ്ണ് ദ ബോഡി പാർട്സ് എവറിത്തിങ് ഓക്കെ ഫോർ അസ് ടു ലിവ് ഇൻ ദിസ് ദുനിയ എല്ലാം തന്നിട്ട്, എന്നിട്ട് അല്ലാഹ് what did he do വനഫഖ ഫീഹി മിൻ റൂഹിഹി, ആൻഡ് ദെൻ ഹി ബ്ലൂ സോൾ ഇൻ ടു യുവർ ബോഡി. ഓക്കെ, നമുക്ക് ബോഡി മാത്രമല്ലേ ഉള്ളൂ, സോളും കൂടി ഉണ്ടായാലാണ് ദ ബോഡി വിൽ സ്റ്റാർട്ട് ദ നോർമൽ വേ. അപ്പോൾ യൂഷ്വലി പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് 40 days അല്ലെങ്കിൽ സം സേസ് 120 days ദ റൂഹ് ഇസ് ബ്ലോൺ ഇൻ ടു ദ ബോഡി എന്നാണ് പറയുന്നത്. സോ റൂഹിനെ, ദാറ്റ് ഈസ് ഹിസ് റൂഹ്. ഓക്കെ, അള്ളാടെ. Okay, so that we can move around, do our stuff in this dunya. With just a body, you can't do anything. And then he breathed. Okay, he blew that ruh into your body. وَجَعَلَ لَكُمُ السَّمْعَ, and then he make for you hearing. Okay, وَالْأَبْصَارَ, eyes. وَالْأَفْئِدَةَ, heart means basically heart and mind. That means intellect. ബുദ്ധി തരിക, ഇന്റലക്ട് ആക്കി തരിക എന്നുള്ളതാണ്, ഇന്റലിജൻസ് തരിക എന്നുള്ളതാണ്. ടു തിങ്ക് ആൻഡ് ഡു അക്കോർഡിംഗ്ലി, യൂസ് യുവർ മൈൻഡ്, യൂസ് യുവർ ഹാർട്ട് ആൻഡ് ഡിസൈഡ് ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് പ്ലീസിങ് അള്ളാഹ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തന്നു. ആൻഡ് കലീലമ്മ തഷ്കുറൂൻ, പക്ഷേ ഇതെല്ലാം ഞാൻ തന്നിട്ടും വളരെ കുറച്ച് കലീൽ, they are not grateful. ഓക്കെ, വെരി കുറച്ച് ആൾക്കാർ മാത്രമേ ഗ്രേറ്റ്ഫുൾ ഉള്ളൂ എന്ന് പഠിച്ചും പറയാണ്. I've given you so much, I've shaped you, I've given you eyes, hearing, so that you can live in this world. I've given you knowledge, I have given you intelligence, I have given you what not. And then still very few are grateful എന്ന് പറയാം. ഇനി ayah number 10 പറയാണ്, വഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാലു അഇദാ ദലൽനാ ഫിൽ അർദി. ഓക്കെ, പറയാണ് സ്റ്റിൽ. എന്നിട്ട് അവര് പിന്നെയും ചോദിക്കുകയാണ്, എന്നിട്ടും അവർക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സോ ദേ ആർ ആസ്കിങ് നമ്മള് മണ്ണുമായിട്ട് മരിച്ചു കഴിഞ്ഞ് മണ്ണുമായിട്ട് ചേർന്ന് കഴിഞ്ഞ് കംപ്ലീറ്റ് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ആൻഡ് വി ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് ദ എർത്ത്, ദെൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. സോ ഞങ്ങള് we will be a new creation. ഖൽഖിൻ ജദീദ്, ന്യൂ ക്രിയേഷൻ എന്ന് വെച്ചാൽ റിസറക്ഷൻ ചെയ്യുന്നാണോ പടച്ചോൻ പറയുന്നത്? ലൈക്ക് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് മണ്ണുമായിട്ട് ചേർന്നതിന് ശേഷം പിന്നെയും ഞങ്ങളെ ഉയർത്തെഴുന്നേൽക്കുക അല്ലെങ്കിൽ റിസറക്ട് ചെയ്യുന്നതാണോ അല്ലാഹ്? യു ആർ സേയിങ് ബൽ ഹും ബില്ലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. But Allah saying, rather they are, the real problem is what? They are biliqa'i rabbihim, in meeting their Lord. Liqa എന്ന് പറഞ്ഞാൽ meeting their Lord. എന്ന് വെച്ചാൽ day of judgment. Kafirun, they are denying they are denying the meeting of your Lord, of their Lord on the day of judgment എന്നാണ് ayah number 10 പറയുന്നത്. കാലു, അപ്പൊ മണ്ണുമായിട്ട് ചേർന്നതിന് ശേഷം പിന്നെയും റിസറക്ട് ചെയ്യുന്നതാണോ അല്ലാഹ് ഈസ് സേയിങ്. അവര് ഇങ്ങനെ പറയുന്ന ആൾക്കാർ, ദേ ആർ ഡിനൈയിങ് ദ മീറ്റിംഗ് വിത്ത് ദെയർ ലോർഡ് ഇൻ ദ ആഖിറ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്.